അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9 വ്യാഴാഴ്ച. 9 UK സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കുമെന്നും ഉഭയകക്ഷി വിദ്യാഭ്യാസ സഹകരണത്തിൽ ഇതൊരു നിർണായക സംഭവമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മുംബൈ രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ പ്രവർത്തനം ആരംഭിച്ച വിഖ്യാത സതാംപ്ടൺ സർവകലാശാലയ്ക്ക് പുറമെ ലിവർപൂൾ, യോർക്ക്, അബർഡീൻ, ബ്രിസ്റ്റോൾ എന്നീ UK സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കാനൊരുങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി വ്യാപാര കരാറിനെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണെന്ന് സ്റ്റാർമർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ നിർണായക ഘടകമാണ് ആ കരാറെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ കെയർ സ്റ്റാർമർ വ്യാപാര ബിസിനസ് ബന്ധങ്ങൾക്കാണ് ഈ സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 100-ലധികം വരുന്ന ബ്രിട്ടനിലെ ബിസിനസ് പ്രമുഖരും മറ്റുമടങ്ങുന്ന വൻ സംഘമാണ് സ്റ്റാർമറെ അനുഗമിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര പ്രതിനിധി സംഘവുമായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ സന്ദർശനത്തെ ചരിത്രപരം എന്നാണ് മോദി വിശേഷിപ്പിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് 4ാം ദിവസവും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. വാച്ച് ആൻഡ് വാർഡിന് വെച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ സ്പീക്കർ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ബോഡി ഷെയ്മിംഗ് പരാമർശവും VD സതീശൻ സഭയിൽ ഉന്നയിച്ചു. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ പ്രതിപക്ഷം ബാനറുമായി നടുത്തളത്തിലേക്കിറങ്ങി. ബാനർ പിടിച്ചുവാങ്ങാൻ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനോട് പറഞ്ഞത് സഭയിൽ പ്രതിഷേധം ശക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിന് പിന്നാലെ നിയമസഭയിൽ ഭിന്നശേഷിക്കാരെ അപമാനിച്ച് PP ചിത്തരഞ്ജൻ MLA. 2 കൈയുമില്ലാത്ത ഒരാളുടെ ചന്തയിൽ ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഗതിയാണ് പ്രതിപക്ഷത്തിനെന്നായിരുന്നു ചിത്തരഞ്ജൻ MLAയുടെ പരിഹാസം. ചോദ്യോത്തരവേളയ്ക്കിടെയാണ് ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടുള്ള MLAയുടെ പ്രതികരണം. നിയമസഭയിൽ മന്ത്രിമാരും ചില ഭരണപക്ഷ MLAമാരും സഭ്യേതര പരാമർശങ്ങൾ നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ന് സഭയിൽ കേട്ടാലറയ്ക്കുന്ന വാക്കുകളാണ് ഉണ്ടായതെന്നും PP ചിത്തരഞ്ജൻ MLA ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി ഗണേഷ് കുമാർ KSRTCയിലെ INTUC പ്രസിഡന്റ് കൂടിയായ M. വിൻസെന്റിനെക്കുറിച്ച് വളരെ തെറ്റായ പരാമർശം നടത്തിയെന്നും ഇതെല്ലാം സ്പീക്കർ കേട്ടുകൊണ്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ പ്രതിഷേധത്തിനിടെ വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പ്രതിപക്ഷ MLAമാർക്ക് സസ്പെൻഷൻ. റോജി M. ജോൺ, M. വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചീഫ് മാർഷലിനെ മർദ്ദിച്ച സംഭവത്തിലാണ് നടപടി. പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് അവതരിപ്പിച്ച പ്രമേയം സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ചീഫ് മാർഷലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി BJP. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, കൊച്ചി, പാലക്കാട്, മലപ്പുറം കളക്ടറേറ്റുകളിലേക്കാണ് BJPയുടെ പ്രതിഷേധ മാർച്ച്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി. ഇവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി 2019 തനിക്ക് കിട്ടിയിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ല എന്നും വ്യക്തമാക്കി വ്യവസായി വിനീത് ജെയിൻ. 2019 അഭിമുഖത്തെ ഇയാൾ തള്ളിപ്പറയുകയും ചെയ്തു. ദ്വാരപാലക സ്വർണ്ണപ്പാളി തനിക്ക് ലഭിച്ചെന്ന് 2019 വിനീത് ജെയിൻ അഭിമുഖം നൽകിയിരുന്നു. അത്തരത്തിൽ ഒരഭിമുഖവും നൽകിയിട്ടില്ലെന്നും രമേശ് റാവുവിനെയും അറിയാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും വിനീത് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ. വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി. നാളെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രി കാണും. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കൂടുതൽ സഹായം അനുവദിക്കണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ദില്ലി സന്ദർശനത്തിലെ പ്രധാന ആവശ്യം.
KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്രയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ KSRTC ബസ്സുകളിലും ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്നും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും യാത്ര സൗജന്യമായിരിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. KSRTC ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ തീരുമാനമെടുത്ത പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി വിവരിച്ചു. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്രയെന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചു. പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ലെന്നും പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയിം ഷെയിം എന്നാണെന്നും പ്രതിപക്ഷത്തിന് ഇത് ഷെയിം ആയിരിക്കുമെന്നും പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വനിതാ സംരംഭകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് നടപ്പാക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നുവെന്നും പദ്ധതിക്ക് ഈ മാസം അംഗീകാരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തിരുവനന്തപുരം RCC ആശുപത്രിയിൽ രോഗികൾക്ക് മരുന്ന് മാറി നൽകിയെന്ന് വിവരം. തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന് നൽകിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മരുന്ന് പാക്ക് ചെയ്തതിലെ പിഴവാണെന്നും ഗ്ലോബല ഫാർമ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. RCC സ്റ്റോറിലെ ജീവനക്കാരാണ് മരുന്ന് മാറിയ വിവരം അറിഞ്ഞത്. താമരശ്ശേരിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ സനൂപിന്റെ മകൾ അനയയുടെ രാസപരിശോധനാ ഫലം വൈകുന്നത് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം വ്യക്തമാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു. കുട്ടി മരിക്കാൻ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തിയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞതെന്ന് സനൂപിന്റെ ഭാര്യ രംബീസ ഇന്നലെ പറഞ്ഞിരുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ പ്രതികരണവുമായി പ്രതി സനൂപിന്റെ ഭാര്യ രംബീസ. സനൂപ് പ്രതികരിച്ച രീതി ശരിയായില്ലെന്നും നിയമപരമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും രംബീസ പറഞ്ഞു. മകളെ നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെയെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞിരുന്നു. ഇതിനുശേഷം സനൂപ് ഡിപ്രഷനിലായിരുന്നുവെന്നും രംബീസ പറഞ്ഞു. ന്യൂ മാഹി ഇരട്ട കൊലപാതകത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി മുൻ DGP TP സെൻകുമാർ. കേസിൽ തെളിവില്ലാതാക്കിയത് പോലീസ് തന്നെയാണെന്നും പോലീസ് ശ്രേണി രാഷ്ട്രീയത്തിന് വഴിപ്പെടുകയും ഭരിക്കുന്ന പാർട്ടിയുടെ ഏജൻസിയായി മാറുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിച്ചത് 2 DYSPമാരാണെന്നും രാഷ്ട്രീയക്കാർക്ക് സഹായം നൽകിയ ഉദ്യോഗസ്ഥർ പല സ്ഥാനമാനങ്ങളും നേടിയാണ് വിരമിച്ചതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളുടെ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെടും. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവർക്ക് നോട്ടീസ് നൽകാനാണ് EDയുടെ തീരുമാനം. താരങ്ങളോട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗിയായ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവും മരിച്ചു. മരിച്ച ജയന്തിക്കും ഭാസുരനും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നാണ് ഇവരുടെ മകളുടെ മൊഴി. ജയന്തി ഇക്കഴിഞ്ഞ 1-ാം തീയതി മുതൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലാണ് സംഭവം. കൺഗ്രാചുലേഷൻസ്. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചുറ്റികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ചുമമരുന്ന് ദുരന്തത്തിൽ തമിഴ്നാട്ടിലെ സ്റ്റേഷൻ ഫാർമ കമ്പനി ഉടമ G രംഗനാഥൻ അറസ്റ്റിൽ. ഒളിവിലായിരുന്ന G രംഗനാഥനെ ചെന്നൈ പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചിന്ദ്വാര SPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇന്നലെയാണ് പോലീസ് സംഘം ചെന്നൈയിലെത്തിയത്. വിഷമരുന്ന് കഴിച്ച മധ്യപ്രദേശിൽ 20 കുട്ടികളാണ് മരിച്ചത്. കർണാടകത്തിൽ സ്കൂളിന് തീപിടിച്ച് 1 മരണം. കൊടുകിനടുത്ത് കെടിക്കേരിയിലാണ് സംഭവം. തീപിടുത്തത്തിൽ 8 വയസ്സുകാരനായ പുഷ്പക് എന്ന വിദ്യാർത്ഥി മരിച്ചു. കെടിക്കേരി റെസിഡൻഷ്യൽ സ്കൂളിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട 29 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപകട കാരണം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ത്യൻ സമ്പന്നരുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ട് ഫോബ്സ്. മുകേഷ് അംബാനിയാണ് പട്ടികയുടെ തലപ്പത്ത്. $105 ബില്യൺ മുകേഷ് അംബാനിയുടെ ആസ്തി.
മലയാളികളിൽ MA യൂസഫ് അലിയാണ് ഒന്നാമത്. 51,937 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. മുത്തൂറ്റ് കുടുംബമാണ് സമ്പന്ന മലയാള കുടുംബം. കരൂർ ദുരന്തത്തിന് പിന്നാലെ നേതാക്കൾ ഒളിച്ചോടിപ്പോയി എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ പരാമർശം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് TVK വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിനെതിരെ ആധവ് അർജുനൻ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിലാണ് TVK ഈ പരാമർശം നടത്തിയത്. TVK നേതാക്കളും പ്രവർത്തകരും ദുരന്ത സമയത്ത് ഏകോപിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആധവ് അർജുനൻ അവകാശപ്പെട്ടു. വിജയുടെ TVKയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ച് അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. മുന്നണി വിപുലമാകുമെന്ന് EPS പറഞ്ഞു. സഖ്യത്തിനുള്ള ശുഭാരംഭമായെന്ന് റാലിയിൽ വീശിയ TVK പതാകകൾ ചൂണ്ടിക്കാട്ടി എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. വിജയുമായി EPS സംസാരിച്ചെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് പരാമർശം. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാർഗനിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ AI ദുരുപയോഗം പാടില്ലെന്നും വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും AI വീഡിയോകൾക്ക് ലേബലിംഗ് നിർബന്ധമെന്നും എതിരാളികളുടെ സ്വകാര്യ ജീവിതത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും നിരീക്ഷണം ശക്തമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി തർക്കത്തെ പരിഹസിച്ച് BJP. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് തേജസ്വി പറയുന്നുണ്ടെങ്കിലും തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്ന് രാഹുൽ ഒരിക്കലും പറയില്ലെന്ന് BJP പരിഹസിച്ചു. സഖ്യം പൊളിയുന്നതിന് തെളിവാണ് തർക്കമെന്നും BJP നേതാക്കൾ പറഞ്ഞു. അതേസമയം ബീഹാറിന് യുവത്വം വേണമെന്ന പോസ്റ്ററുമായി ചിരാഗ് പാസ്വാൻ രംഗത്തെത്തി. രാജ്യത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഒരു ഓൺലൈൻ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പുകൾ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ പൂർത്തിയാകും മുൻപ് AI സഹായത്തോടെ ഈ പ്ലാറ്റ്ഫോം റിപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ വ്യോമസേനയുടെ 93-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രത്യേക വിരുന്ന് മെനുവിലും പാകിസ്ഥാന് ട്രോൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനെതിരെ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതാണ് മെനു കാർഡ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമിച്ച് തകർത്ത പാക് വ്യോമത്താവളങ്ങളുടെ പേരുകളാണ് വിഭവങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. സർക്കാർ ചിലവുകൾക്ക് ആവശ്യമായ ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ടതോടെ കടുത്ത പ്രതിസന്ധിയിൽ അമേരിക്കയിലെ ജീവനക്കാർ. ഷട്ട്ഡൌൺ 9ാം ദിവസവും തുടരുന്നതിനിടെ ജീവനക്കാരെ ഉടൻ പിരിച്ചുവിടുമെന്ന തീരുമാനം മയപ്പെടുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. അമേരിക്കയിൽ തുടരുന്ന ഷട്ട്ഡൌൺ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളിൽ സംശയം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 7ഓളം ആഗോള സംഘർഷങ്ങൾ അവസാനിപ്പിച്ചു എന്നവകാശപ്പെടുമ്പോഴും നോർവീജിയൻ നോബൽ കമ്മിറ്റി തനിക്ക് പുരസ്കാരം നൽകാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്തും എന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. നൊബേൽ സമ്മാനത്തിനായി നിരവധി രാജ്യങ്ങൾ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.